ഹായ്, നമ്മളിന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ പേര് ട്രിഗണോമെട്രി. അപ്പോൾ നിങ്ങൾ മാത്സിലുള്ള എന്താ പറയുക, പുതിയൊരു ബ്രാഞ്ച് എന്ന് വേണേൽ പറയാം. ജോമെട്രിയുടെ ഭാഗമായിട്ടാണ്. എന്നാലും ജോമെട്രിയും ആൾജിബ്ര എല്ലാം വരുന്നൊരു കോമ്പിനേഷനിൽ വരുന്നൊരു സംഗതിയാണ്. നിങ്ങൾക്കറിയാം, ട്രിഗണോമെട്രി എന്ന് പറയുമ്പം മലയാളത്തിൽ ത്രികോണമിതി, ട്രിഗൺ ആൻഡ് മെട്രൺ എന്ന് പറയുന്ന രണ്ട് വേർഡിൽ നിന്നാണ് ട്രിഗണോമെട്രി ഉണ്ടായിട്ടുള്ളത്. ട്രിഗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രയാങ്കിൾസ്, മെട്രൺ എന്ന് പറഞ്ഞാൽ മെഷർമെന്റ്സ്. അപ്പം മെഷർമെന്റ് ഓഫ് ട്രയാങ്കിൾസ് ആണ് ട്രിഗണോമെട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം. അതിൽ നിന്നൊക്കെ കുറേ ഡെവലപ്മെന്റ് ഇതിനകത്ത് ഉണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില മെഷർമെന്റുകളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഞാനിവിടെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വേണേൽ പറയാം. അത് 90 ഡിഗ്രിയാണ് ഇവിടെയുള്ളത്. ഇത് രണ്ടും 45 ഡിഗ്രിയാണ്. അപ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എൻ ഐസോസിലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും, കാരണം ഈ ബേസ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ന്യൂ നമ്പേഴ്സ്, 9th ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ആംഗിളുകൾ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് 45 ഡിഗ്രി, മറ്റേതും 45 ഡിഗ്രി, മറ്റേത് 90 ഡിഗ്രി. ഈ ഫോമിലാണ് ആംഗിളുകൾ ഉള്ളത്. സോ ഇതിനകത്തൊരു കാര്യം, നിങ്ങൾ ഒരു യൂണിറ്റ് 1 ആണ് ഇതിൻ്റെ സൈഡെങ്കിൽ ഈ നീളം എത്രയായിരിക്കും? നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യാനാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ ന്യൂ നമ്പേഴ്സിൽ കഴിഞ്ഞ വർഷം ഒരു സ്ക്വയർ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് പൈത്തഗോറസ് തിയറവും ഞാൻ പറയേണ്ടിയില്ല, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പൈത്തഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് കാണാൻ ബേസ് സ്ക്വയർ പ്ലസ് എന്താ പറയുക പെർപെൻഡിക്കുലർ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഇത് 1 ആവുമ്പോൾ സ്വാഭാവികമായിട്ടും √1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റഫായിട്ടൊന്ന് എഴുതി നോക്കാൻ വേണമെങ്കിൽ. സോ ഡെഫിനറ്റ് ആയിട്ടും 1 + 1 ഇറ്റ് ഈസ് ഈക്വൽ ടു √2 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് 1 ആവുമ്പോൾ ഡെഫിനറ്റ്ലി അത് √2 ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഓർമ്മിക്കുക, ഈ 45-ന് ഓപ്പോസിറ്റ് ആയിട്ടൊരു 1 എന്ന് പറഞ്ഞ സൈഡ് ഉണ്ട്. ഈ 45-ന് ഓപ്പോസിറ്റ് ആയിട്ട് 1 വരുന്നു. 90-ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അപ്പോഴും √2 ആണ് വരിക. ഇനി ഇൻ കേസ് അതൊന്ന് മാറിയിട്ട് സപ്പോസ് ആ പെർപെൻഡിക്കുലർ സൈഡ്സ് 2 യൂണിറ്റ്സിലാണ് വരുന്നതെന്ന് ആയിരിക്കും, ഈക്വൽ ആയിട്ട് തന്നെ 2 യൂണിറ്റ്സ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതും രണ്ടും 45 തന്നെയായിരിക്കും, നോ ഡൗട്ട്. കാരണം എന്താ, ടോട്ടൽ 180 കിട്ടണ്ടേ. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താലും 90 കിട്ടണം. ഇത് റൈറ്റ് ആംഗിൾഡ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. √ബേസ് സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് അഗെയിൻ 2 സ്ക്വയർ, അല്ലേ? പെർപെൻഡിക്കുലറും ബേസും ആണ്. അപ്പോൾ ഇത് 4 ആണ്, ഇതും 4 ആണ്. 4 + 4 8 ആണ് നമുക്കറിയാം. സോ 8-നെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. √4 × 2 എന്ന് റീറൈറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. √4-ന് നമുക്ക് അഗെയിൻ 2 എന്ന് എഴുതാം, √2 എന്നും എഴുതാം. അപ്പൊ ഇത് 1-ഉം 1-ഉം ആയപ്പോ അത് √2 ആയിരുന്നു. 2-ഉം 2-ഉം വന്നപ്പോ നൗ വി ആർ ഗെറ്റിംഗ് ആസ് 2√2. ഓക്കെ, അപ്പോ 1 വന്നപ്പോ √2 ആണ്. 2 വന്നപ്പോ എന്താ വരുന്നേ? 2√2 ആണ് വന്നിട്ടുള്ളത്. സോറി, 1 സെക്കൻഡ്. വാട്ട് ഈസ് ദാറ്റ്? 2√2 ആണ് വരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാൻ യു സേ വാട്ട് വിൽ ബി 3 ആണെങ്കിൽ, ഞാൻ ഈ 2-ന് പകരം ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ് വരുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് 3 ആണ് വരുന്നതെങ്കിൽ 90-യുടെ ഓപ്പോസിറ്റിൽ എത്രയായിരിക്കും വരിക എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചാൽ എളുപ്പമാണ്. 1 ആവുമ്പോൾ 1√2 ആണ്, 2 ആവുമ്പോൾ 2√2 ആണ്, 3 ആവുമ്പോൾ ആരാ വരിക? 3√2 ആണ് വരിക, അല്ലേ? അതിനകത്തൊരു കാര്യം എന്താ അറിയോ, ഈ ട്രയാങ്കിള് തമ്മിലുള്ള വ്യത്യാസം എന്താ? ആംഗിൾസ് സെയിം അല്ലേ? സൈഡ്സിലല്ലേ വ്യത്യാസമുള്ളൂ. അപ്പൊ ആംഗിൾസ് സെയിം ആയിട്ടുള്ള ട്രയാങ്കിൾസ് പ്രപ്പോർഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ സൈഡ്സിലെ വ്യത്യാസമുള്ളൂ, അത് വലുതാവുന്നു ചെറുതാവുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ സൈഡ്സ് പ്രപ്പോർഷണൽ ആണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ആ പ്രപ്പോർഷൻ ഏതാ? 1:1:√2 ആണെന്ന് പറയാം. അപ്പൊ നമ്മളോട് വേണേൽ ചോദിക്കാം, ഇത് 5, മറ്റേ സൈഡ് 5 ആയാൽ വാട്ട് വിൽ ബി ദ ഹൈപ്പോട്ടന്യൂസ്? പൈത്തഗോറസ് തിയറത്തിൽ ചെയ്യാം, എന്നാലും പെട്ടെന്ന് നമുക്ക് പറയാനാവണം ഇറ്റ് വിൽ ബി 5√2 എന്ന്.
ഓക്കെ. അപ്പോൾ സംതിങ് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ് ആണ് ഒരു സൈഡ് എന്ന് വിചാരിക്കുക. ദെൻ അനദർ സൈഡ് ഓൾസോ എക്സ് ആണ്. 45 ആകുമ്പോൾ 45ന് എക്സ് തന്നെയാണ് വരിക. അപ്പൊ ആരാ വരിക? എക്സ് റൂട്ട് 2 ആണ് വരിക. ഓർമ്മിച്ചോളണേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ആംഗിൾസ് 45, 45, 90 ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്തുള്ള സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:1:√2. Okay, the ratio of the sides of a right angled triangle with angles 45 degree, 45 degree, 90 degree is 1:1:√2. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ എഴുതി വെക്കണം. പേജ് നമ്പർ, സോ അത് 100th പേജിലാണുള്ളത്. നിങ്ങളൊന്ന് വായിക്കണം, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കണം. വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് ഒന്നുകൂടെ കാണണം, എന്നിട്ട് ഇതൊന്ന് എഴുതിയെടുക്കണം. എന്താ അവിടെ പറയുന്നത്? ഇൻ എനി ട്രയാങ്കിൾ, okay, of angles 45 degree, 45 degree, 90 degree, the sides are in the ratio 1:1:√2. ഓക്കെ. അപ്പൊ ഈ ഒരു പോയിന്റ് അവിടെ നല്ല വൃത്തിയിൽ നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് 1-2 എക്സാമ്പിൾസ് അതിന്റെ കൂടെ പറഞ്ഞതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 45, ഇത് 45, ഇത് 90. അപ്പൊ ഇത് 6 ആണ്. എ ബി ഇസ് ഗിവൺ ആസ് 6. അപ്പൊ ബി സി എത്രയാണ്? അപ്പൊ അതിന്റെ സൈഡ്സ് എന്നല്ലേ പറയുന്നത്, ബാക്കിയുള്ള സൈഡ്സ് ആണ് എഴുതേണ്ടത്. ഒരു ഡൗട്ടും വേണ്ടയില്ല. ഇത് എ ബി 45ന് ഈ ഓപ്പോസിറ്റ് എതിര് 6 ആയ സ്ഥിതിക്ക് ഇതിന്റെ എതിരും എന്ത് തന്നെയായിരിക്കും? ഇത് രണ്ടും 45 ആയതുകൊണ്ട് എ ബിയും ബി സിയും ഈക്വൽ ആയിരിക്കും. അപ്പൊ ബി സി നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈക്വൽ ടു ആര് തന്നെയാണ്? എ ബി തന്നെയാണ്. ദർഫോർ ബി സി ഈക്വൽ ടു 6 ആണ് വരിക. ഓക്കെ. അപ്പൊ 6 സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ടില്ല, 6 എന്ന് എഴുതിയാൽ മതി. ദർഫോർ എ സി എന്താ വരിക? സംശയം വരുന്നത്. എന്താ സംശയിക്കണ്ടെന്ന് പറയാൻ കാരണം, ഇപ്പൊ 45, 45, 45, സോറി 90 എന്ന രീതിയിലാണ് ആംഗിൾസ് എങ്കിൽ അവയുടെ 45ന് ഓപ്പോസിറ്റ് 1:1:√2 ആയിരിക്കും. അപ്പൊ ഇത് 6 ആവുമ്പോൾ ഇതും 6 തന്നെയാണ്. അപ്പൊ 1:1 ആവുമ്പോൾ √2 ആണ് വരിക. 6 ആവുമ്പോൾ എന്താ വരിക? 6√2 ആണ് വരിക. മറന്നു പോരുതേ. ക്ലിയർ? അപ്പൊ 1:1 ആവുമ്പോൾ √2 ആണ്. അപ്പൊ 6 ആവുമ്പോൾ 6√2 ആണ് വരിക. ശരി. ഇനി ഇതേപോലെ ഈ 45ന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ 7 വരുന്നത്. അപ്പൊ ക്യു ആർ ഇസ് ഗിവൺ ആസ് ആരാ? 7 ആണ്. അപ്പൊ പി ക്യൂവും ആർക്ക് ഈക്വൽ തന്നെയാ? പി ക്യൂ ഈക്വൽ ടു ആര് തന്നെയാ വരിക? ക്യു ആർ തന്നെയാ വരിക. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 7 ആണ് വരിക. അപ്പൊ ഇത് ഈ 45നെതിരെ 7 ആണ്. അപ്പൊ 1 വരുമ്പോൾ √2 ആണ്. 6 വരുമ്പോൾ 6√2 ആണ്. ഇപ്പൊ 7 വരുമ്പോ എന്താ വരിക? സംശയമില്ലല്ലോ, എളുപ്പല്ലേ? ഇറ്റ് ഈസ് കമോൺ പി ആർ ഇസ് ഈക്വൽ ടു 7√2 ആണ് വരിക. ഇനി ക്വസ്റ്റ്യനിൽ സെന്റിമീറ്റർ വെച്ചിട്ട് എഴുതുന്നതാണ്. സെന്റിമീറ്റർ വെച്ചിട്ട് എല്ലാം മാറ്റി എഴുതി വെച്ചാൽ മതി. ഓക്കെ. സെന്റിമീറ്റർ എഴുതിയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. അതിപ്പോ യൂണിറ്റ് പറയാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ തന്നെ എഴുതിപ്പോയത്. നമുക്ക് സെന്റിമീറ്ററിൽ തന്നെ എഴുതി ചെയ്യാം. ഇനി ഈ തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്? ഈ സൈഡ്സ് അല്ല ഉള്ളത്. ഇത് 45 ആണ്, ഇത് 90 ആണ്, ഇത് 45 ആണ്. ഓക്കെ. ഇത് √3 എന്നാ ഉള്ളത്. അപ്പൊ എന്താ നമ്മൾ ചെയ്യാം? ഇവിടെ √2 വന്നപ്പോ 1 അല്ലേ വന്നത് എന്ന് പറഞ്ഞാൽ 1നെ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, √2/√2 ആണെന്ന് ആലോചിക്കാം. ഈ 1നെ നമുക്ക് ആലോചിക്കാം √2/√2 ആണെന്ന് ആലോചിക്കാം. ക്ലിയർ? അപ്പൊ എന്താ വരിക? എന്നാലല്ലേ ഇവിടെ √2/√2 എടുത്താല് 1 വരിക. ശ്രദ്ധിച്ചോണേ. സോറി, ഇവിടെ അല്ല, ഇവിടെ ഈ ബാക്കിയുള്ള രണ്ടിടത്തും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ നേരത്തെ 6√2 വന്നപ്പോ 6√2 ആ വന്നത് അല്ലേ? അപ്പൊ ഇവിടെ കിട്ടുന്നത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 6√2/√2 ആണെന്ന് പറയാം. അതല്ലേ 6 വരിക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇത് √3 ആണെങ്കിൽ ഇവിടെ എന്താ വരിക? അതിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? അപ്പൊ നമ്മൾ ഇത് √3 വരുമ്പോ എ സി ആണ് തന്നത് √3ന്ന്. അപ്പം എ ബി കാണാന് ആ √3നെ നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ബി സി കാണാനും √3നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം ഇയാളെ കിട്ടാൻ നമ്മൾ √2 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വരാം അല്ലേ? ഇത് 7√2 ആണ്. ഇത് കിട്ടാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ വേണ്ടേ? അപ്പൊ ഹൈപ്പോട്ടന്യൂസാ തന്നതെങ്കിൽ ബാക്കി രണ്ട് സൈഡ്സ് കാണാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് അതിനകത്ത് കാര്യമായിട്ട് ഓർമ്മിക്കേണ്ടത്. ഇനിയും 2-3 എക്സാമ്പിൾസ് നമുക്ക് ഇതേപോലെ ചെയ്യാം. വേഗം കഴിയും. ഒന്ന് ചെയ്തു പോയാൽ ആദ്യം ചെയ്യുമ്പോൾ ഒരു സംശയം വരുന്നതാണ്. ഓക്കെ.
മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഹൈപ്പോട്ന്യൂസ് തന്നിട്ടുണ്ട് 45 ആണ്, ഇത് 5 ആണ് തന്നിട്ടുണ്ട്. എങ്ങനെ ഈ രണ്ട് സൈഡ്സ് കാണാം? നമ്മൾ പഠിച്ചു 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദർ ഇൻ 1:1:√2 റേഷ്യോ ആണെന്ന് പഠിച്ചു. ഇപ്പോൾ 5 ആണെങ്കിൽ 5:5 ആണ് വരിക. ഓക്കെ, ഇപ്പൊ എക്സ് ആണെങ്കിൽ എക്സ്, മറ്റേതും എക്സ്√2 ആണ് വരിക. ഇത് ഓക്കെയാണ്. ഈ സൈഡ്സ് തന്ന ഹൈപ്പോട്ന്യൂസ് കാണാൻ നമ്മൾ ഓക്കെയാണ്. ഇത് തന്ന് തിരിച്ചു വരാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അവിടെ ആരാണോ വരുന്നത് അയാളാ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അല്ലേ? ഇതിൽ നിന്ന് അങ്ങോട്ട് പോകാൻ √2 കൊണ്ട് മൾട്ടിപ്ലൈ ആവേണ്ടതെങ്കിൽ അങ്ങ് ഇങ്ങോട്ട് വരാൻ, അല്ലേ? AC is given 5 സെന്റിമീറ്റർ ആയിക്കോട്ടെ. Therefore AB എന്താ? It is no doubt it is 5/√2 ആണ്. അതേപോലെ BC എന്താ? These two sides are equal ആണ്, നമുക്ക് അതിനകത്ത് സംശയമില്ല. It is again 5/√2 ആണ്. ഇതിന് വേണേ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, 5/√2 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ മതി. വേണമെങ്കിൽ മാറ്റാം. 5/√2 ഒരു √2 കൊണ്ട് ന്യൂമറേറ്ററിലും √2 കൊണ്ട് ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനൊന്ന് ഭംഗിയാക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ 5 × √2 എന്ന് പറഞ്ഞാൽ 5√2 ആണ്. √2 × √2 നമുക്കറിയാലോ. √2 × √2 എത്രയാ? 2 ആണ്, √2². അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിനെ അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ ഇവിടെ ഏത് മെഷർമെന്റ് വന്നാലും അതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്. നമുക്ക് ആ പെർപെൻഡിക്കുലർ സൈഡ്സ് കിട്ടും. വേണേ ഒന്ന് ജനറൽ ആയിട്ട് നമുക്കൊന്ന് ആലോചിക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇവിടെയുണ്ട്. ഏതോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ 45 അപ്പോൾ ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് അതിനകത്ത് വേറെ മെഷർമെന്റ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണ്ട. സോ ഇത് 45 ആണ്, ഇതും 45 ഡിഗ്രിയിലാണ് ഉള്ളത്. ഓക്കെ, സപ്പോസ് ഇതൊരു മെഷർമെന്റ് y ആണെന്ന് വിചാരിക്കാം, y സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം, സംതിങ് ഒരു ABC തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ 5 വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത് നമുക്കറിയാം. 6 വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? 6/√2 ഉറപ്പായിട്ട് ഒരു മാർക്ക് നമുക്ക് പബ്ലിക് എക്സാമിന് കിട്ടും, 1-2 മാർക്ക് കിട്ടും. അപ്പൊ ഇത് y ആവുമ്പോൾ ഇറ്റ് ഇസ് ഗിവൺ ആസ് AC = y. അപ്പോൾ ക്വസ്റ്റ്യൻ ഫിഗർ വരച്ചതിന് ശേഷം ആൻസർ വേറെ തന്നെ എഴുതണേ. ഓക്കെ, y സെന്റിമീറ്റർ ആണ്. സോ AB എന്താ? നോ ഡൗട്ട് എന്താ അത്? y/√2. അപ്പൊ √2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ദെൻ BC എന്താ? അഗെയിൻ അതും ഈക്വൽ അല്ലേ? ABയും BCയും ഈക്വൽ അല്ലേ? ഫിഗറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും, ഞാൻ റഫായിട്ട് വരച്ചതാണ്. അതും y/√2 സെന്റിമീറ്റർ ആണ്. അപ്പൊ പറ്റുമെങ്കിൽ അതിനെ √2 കൊണ്ട് ഈ 5നെ മൾട്ടിപ്ലൈ ചെയ്ത പോലെ ഇവിടെ ചെയ്തതുപോലെ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് √2 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് മേലെ y√2/√2 × √2 എന്ന് വേണമെങ്കിൽ എഴുതാൻ നിർബന്ധമില്ലേ. അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും കാണിക്കണ്ട. അപ്പൊ നമ്മൾ ഇതാണ് ഇപ്പൊ ക്ലിയർ ചെയ്തത്. 45 90 ആണെങ്കിൽ ഇനി ഒരുപാട് പ്രോബ്ലംസ് വരെ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. 1:1:√2 വരിക. ഇനി മറ്റൊരു കേസ് നമ്മൾ നോക്കുന്നത്, ഇത് ഫസ്റ്റ് കേസ് ആയിട്ട് എഴുതിയിട്ട് നമ്മൾ ആ നോട്ട് എഴുതി ഒരു 5 എക്സാമ്പിൾ നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് കേസിലോട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ സെക്കൻഡ് കേസിലോട്ട് പോകുന്നു. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ ദ 3 സൈഡ്സ് ആർ ഈക്വൽ. നമ്മളൊരു 2 സെന്റിമീറ്ററിലുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി നമുക്കറിയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിന്റെ ഓൾ ദ ആംഗിൾസ് ആർ ഈക്വൽ ആണ്, ഈക്വൽ ടു 60 ആണ്. 3 ആംഗിൾസും 60ക്ക് ഈക്വൽ ആണ്. ഇതും നമുക്കറിയാവുന്നതാണ്. ഇനി ഞാൻ അതിനകത്ത് അതിൻ്റെ ഒരു മീഡിയൻ വരയ്ക്കുന്നു. ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മീഡിയൻ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഒരു മീഡിയൻ ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് വരയ്ക്കുന്നു. അപ്പോൾ മീഡിയൻ വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുക, ഇക്വലാറ്ററൽ ആയതുകൊണ്ട് അത് വരച്ചു. അത് വരച്ചാൽ എന്താ സംഭവിക്കുക? ഉറപ്പായും അത് ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യും, ഈ സൈഡിനെയും ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഈ സൈഡ് 1 ആയിരിക്കും, ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ആയിരിക്കും. ഇത് പെർപെൻഡിക്കുലർ ആണ്. ക്ലിയർ? ഞാൻ വേണേൽ അതിനൊന്ന് മാറ്റി അപ്പുറത്തൊരു മുറിച്ച് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുന്ന ആ രീതിയിൽ നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ അതിനൊന്ന് മാറ്റി അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കറിയാം ഇത് 2യുടെ പകുതി 1 ആണ് ഇവിടെ വരിക. അപ്പോൾ ഈ 30യുടെ ഓപ്പോസിറ്റ് ഈ ആംഗിൾസ് ഒന്ന് നോക്കുക. 30 ഡിഗ്രി ഉണ്ട്, 60 ഡിഗ്രി ഉണ്ട്, അനദർ ഈസ് 90 ഡിഗ്രി. ക്ലിയർ? അപ്പം നമുക്ക് 30യുടെ ഓപ്പോസിറ്റ് നമുക്കറിയാം 1 ആണ്. ഓക്കെ, 90യുടെ ഓപ്പോസിറ്റ് 2 ആണ്. ഇനി 60യുടെ ഓപ്പോസിറ്റ് കൂടെ കിട്ടിയാൽ നമുക്ക് പ്രപ്പോർഷൻ കംപ്ലീറ്റ് ചെയ്യാലോ. കാരണം 30, 60, 90യിലുള്ള ഇപ്പോൾ ട്രയാങ്കിളിന്റെ
ആംഗിൾസ് മാറാതെ സൈഡ്സിന്റെ മാത്രം വലുതായി കൂടെ നമുക്ക് വലുതാക്കാം എന്ന് പറഞ്ഞാൽ സൈഡ്സ് പ്രപ്പോർഷണൽ ആണ്, നമ്മൾ പഠിച്ചതാണ്. ആംഗിൾസിന് മാറ്റമില്ലെങ്കിൽ ട്രയാംഗിൾസ് ആർ പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ 1ഉം 90ക്കും ഓപ്പോസിറ്റ് ആയിട്ട് 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്, 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ നമുക്ക് 60ക്ക് ഓപ്പോസിറ്റ് ഈ ആംഗിൾ കണ്ടോടെ ഈ സൈഡ് കാണാലോ. ഈ സൈഡ് എങ്ങനെയാ കാണുക? നമുക്ക് ഇതിനെ പി എന്ന് വിളിച്ചോ. ഇപ്പൊ പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലേ പഠിച്ചല്ലേ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, പൈതഗോറസ് തിയറം. സോ അവിടെ എന്താ വരിക? റൂട്ട് ഓഫ് 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? റൂട്ട് 3 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ അത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് അവിടെ ചെയ്തു വെക്കുന്നതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ് പൈതഗോറസ് തിയറം. സോ വി വിൽ ഗെറ്റ് ആസ് റൂട്ട് 3. അപ്പൊ നമുക്കിവിടെ പറയാം 30, 60, 90 എന്ന ആംഗിളിലുള്ള ട്രയാംഗിൾസിന്റെ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ the sides are in the ratio 1:√3:2. അപ്പൊ നെക്സ്റ്റ് അടുത്ത പേജിൽ തന്നെ അത് പറയുന്നു, നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം. The triangles with the sides 30 degree, 60 degree, 90 degree, then their sides are in the ratio 1:√3:2 എന്ന് കിട്ടും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. അത് ആംഗിൾ ബി 90 ഡിഗ്രിയാണ്, റൈറ്റ് ആംഗിളിലാണ്. 30 ഡിഗ്രിയാണ് ആംഗിൾ സി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ ബി ഫൈൻഡ് എ ബി ആൻഡ് ഫൈൻഡ് എ സി. ജസ്റ്റ് ഒരു മാറ്റം വരുന്നത് എ ബി അല്ല, ഫൈൻഡ് ബി സി ആൻഡ് എ സി എന്ന് കൊടുക്കാം. നമുക്ക് ചെറിയൊരു മാറ്റം, ഫൈൻഡ് ബി സി ആൻഡ് എ സി. ശ്രദ്ധിക്കണേ, ഫൈൻഡ് ബി സി ആൻഡ് എ സി. എ ബി ഇവിടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ ഫ്രം ദ ഫിഗർ ഫൈൻഡ് ബി സി ആൻഡ് എ സി. എങ്ങനെ കാണാം ബി സിയും എ സിയും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഒരു 30 ഡിഗ്രി, ഒരു 60 ഡിഗ്രി, ഒരു 90 ഡിഗ്രിയിലാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉള്ളതെങ്കിൽ 30യുടെ ഓപ്പോസിറ്റിൽ 1 വരുമ്പോൾ 60യുടെ ഓപ്പോസിറ്റിൽ റൂട്ട് 3 ആയിരിക്കുന്നു, 90യുടെ ഓപ്പോസിറ്റിൽ 2 ആയിരിക്കും. ഈ ഒരു ടെക്സ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം, നിർബന്ധമായിട്ട് ഉണ്ടാവണം. അപ്പോൾ വാട്ട് ഈസ് ഗിവൺ ഹിയർ? ഇവിടെ എന്താ തന്നത്? ഇവിടെ നമ്മളെ മൈൻഡിൽ 30 സൈഡിൽ എഴുതി നോക്കിയാലും മതി അല്ലേ. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി തന്നെയാണ്. കാരണം എന്താ, ഇത് 30യും ഇത് 90യും ആകുമ്പോൾ ഇത് 60 ആണെന്ന് ഡൗട്ട് ഇല്ലല്ലോ. സോ 30യുടെ ഓപ്പോസിറ്റിലാണ് 2 ഉള്ളത്. ഇപ്പം ഞാൻ നേരത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 30യുടെ ഓപ്പോസിറ്റിൽ ഇവിടെ ഉള്ളത് 2 ആണ്. അപ്പൊ നേരത്തെ 1 വന്നപ്പോൾ അതിന്റെ നേരെ ഡബിള് അല്ലേ 90യുടെ ഓപ്പോസിറ്റിൽ വന്നേ. അപ്പൊ 2 വരുമ്പോൾ അതിന്റെ നേരെ ഡബിള് ആണ് വരിക, ദാറ്റ് ഈസ് 2 × 2 ആ വരിക. അപ്പൊ നമുക്ക് 90യുടെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ ഓപ്പോസിറ്റുള്ള സൈഡ് നമുക്ക് കാണാൻ പറ്റും. ആ 90യുടെ ഓപ്പോസിറ്റുള്ള സൈഡാണ് എ സി എന്ന് പറയുന്നത്. സോ എ സി ഈസ് ഈക്വൽ ടു ഈ മെഷർമെന്റ് 2ന്റെ ഡബിൾ ആ വരിക. 2 × 2 എന്താ വരിക? 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എ സി റെഡിയായി. ഇത് നമ്മൾ സൈഡിൽ ഇങ്ങനെ എഴുതി നോക്കിയാൽ നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇനി അതേപോലെ 60ൻ്റെതല്ലേ നമുക്ക് വേണ്ടത്? 60യുടെ ഓപ്പോസിറ്റ് അല്ലേ ബി സി വരുന്നത്? അപ്പൊ നമുക്ക് അടുത്തത് ബി സി കാണണം. അപ്പൊ എങ്ങനെയാ ബി സി കാണുക? ബി സി കാണാൻ നമ്മൾ ഇത് 1 ആവുമ്പോൾ ഇത് റൂട്ട് 3 അല്ലേ എന്ന് പറഞ്ഞാൽ ഈ 1നെ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ ഇയാളെ കിട്ടുന്നത്. അപ്പൊ 2 ആവുമ്പോൾ ആ 2നെ നമുക്ക് 2-3 എക്സാമ്പിൾസ് ചെയ്യാവേ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ബി സി ഈസ് ഈക്വൽ ടു ഈ 2നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 2√3 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് ഈ ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡിൽ വേണ്ടത്. ഇനി ഇൻ കേസ് നമ്മൾ മാറിയിട്ട് ക്വസ്റ്റ്യനിൽ 30യുടെ ഓപ്പോസിറ്റിൽ നമുക്കിവിടെ 2 അല്ലേ ഉണ്ടായിരുന്നേ, 2 മാറിയിട്ട് ഒരു 5 ആണെന്ന് വിചാരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് 2 നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേണേ അങ്ങനെ എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നേ, ഞാൻ ക്വസ്റ്റ്യൻ കൂടെ വരച്ചുകൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, കുറച്ചുകൂടെ ക്ലിയർ ഉണ്ടാവും. നോക്കുക, ഇപ്പം നമുക്കൊരു എ ബി സി ഉണ്ട്. സി എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രിയാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മളൊന്ന് മെഷർമെന്റ് മാറ്റിയിട്ട് ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 90 ആണെങ്കിൽ ഫൈൻഡ് ക്വസ്റ്റ്യൻ എഴുതുന്നു നമ്മൾ ബി സി ആൻഡ് എ സി. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കൂടെ നമുക്ക് അല്ലേ?
അപ്പൊ 30യുടെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ തന്നെയാണ് ആലോചിക്കേണ്ടത്. 30യുടെ ഓപ്പോസിറ്റിലാണ് 5 ഉള്ളത്. അപ്പൊ ബിയുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്, അതാണ് 90യുടെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ആദ്യം കാണാം എളുപ്പം എന്ന് പറഞ്ഞാൽ ഈ 5ന്റെ നേരെ ഇരട്ടി. ഇനി ഇത് കണ്ടാലും കുഴപ്പമൊന്നുമില്ലേ, 60യുടെ ഓപ്പോസിറ്റ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ നേരെ ഡബിൾ ആ വരിക 5 into 2. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഒന്നുകൂടെ എഴുതുന്നേ, AC is equal to 5 into 2, that is equal to 10 centimeter. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡിയാണ്, AC. ഇനി BC വേണ്ടേ? അപ്പൊ BC കാണാൻ നമ്മൾ എന്താ വേണ്ടത്? അപ്പൊ ഒന്നുകൂടെ നോക്കിയേ, 30യുടെ ഓപ്പോസിറ്റ് 5 ആവുമ്പോൾ 90യുടെ ഓപ്പോസിറ്റ് 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ. 60യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ആ 5നെ ആരെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? √3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ വരിക? BC is equal to 5 into √3, that is equal to 5√3 centimeter. അപ്പൊ ഈ രണ്ട് പ്രോബ്ലത്തിലും നമുക്ക് 30യുടെ ഓപ്പോസിറ്റ് മെഷർമെന്റ് ആണ് തന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലത്തിൽ നമുക്ക് ബിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 90യുടെ ഓപ്പോസിറ്റ് ഒന്ന് വന്നാൽ എന്ത് ചെയ്യും, അതേപോലെ 60യുടെ ഓപ്പോസിറ്റ് വന്നാൽ എന്ത് ചെയ്യും, ഈ രണ്ടെണ്ണവും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഈ പ്രോബ്ലത്തിൽ എന്താ, 60 ആണ്, ഇത് 90 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഇത് 30 ആണല്ലോ, സംശയമില്ലല്ലോ. അത് 30 ആണ്, നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ AC-യുടെ ലെങ്ത് തന്നിട്ടുണ്ട് 4 ആണ് എന്ന് പറഞ്ഞാൽ അത് 90യുടെ ഓപ്പോസിറ്റ്. അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ സൈഡിൽ ഇങ്ങനെ എഴുതണം, 30, 60, 90. ഒരു കോമ ഇട്ടിട്ട് 60 ഡിഗ്രി, 90 ഡിഗ്രി, 30 ഡിഗ്രി എഴുതി വെക്കാം. ഇനി നമുക്ക് തന്നത് 90യുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് 90യുടെ ഓപ്പോസിറ്റിൽ 4 എന്ന് എഴുതാം. ഉറപ്പിക്കണേ. നേരത്തെ എന്താ നമ്മൾ ചെയ്തിരുന്നേ? 30യുടെ ഓപ്പോസിറ്റിൽ വന്നതിനാ, ഓർമ്മിക്കണേ, 30യുടെ ഓപ്പോസിറ്റിൽ ഇപ്പൊ 1 ആ വന്നതെങ്കിൽ അല്ലെ 5 ആ വന്നതെങ്കിൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ 90യുടെ ഓപ്പോസിറ്റ് കിട്ടിയിരുന്നേ. അപ്പൊ ഇവിടെ തന്നത് 90യുടെ ഓപ്പോസിറ്റ് അല്ലേ തന്നത്. അങ്ങനെയാകുമ്പോ 30യുടെ ഓപ്പോസിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടി വരിക? അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ നമ്മള് 4നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മള് നോക്കണേ, ശ്രദ്ധിക്കണേ, ബിയുടെ ഓപ്പോസിറ്റ് 4, 90യുടെ ഓപ്പോസിറ്റ് 4. ഇനി നമുക്ക് വേണ്ടത് 30യുടെ ഓപ്പോസിറ്റ് ആണ്, ദാറ്റ് ഈസ് AB ആണ് വേണ്ടത്. ശ്രദ്ധിക്കണേ, അതിന് എന്ത് ചെയ്താൽ മതി? ആ ബിയുടെ ഓപ്പോസിറ്റിലുള്ള ആളാ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 സെന്റിമീറ്റർ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് 30യുടെ ഓപ്പോസിറ്റുള്ള ആളെ കിട്ടി. 30യുടെ ഓപ്പോസിറ്റുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 60യുടെ ഓപ്പോസിറ്റുള്ള ആളല്ലേ കാണേണ്ടത്. ഇപ്പൊ 30യുടെ ഓപ്പോസിറ്റിൽ നമുക്ക് 4/2 2 എന്ന് കിട്ടിയാല് നമുക്ക് ഇനി 60യുടെ ഓപ്പോസിറ്റുള്ള ആളല്ലേ കാണേണ്ടത്. 30യുടെ ഓപ്പോസിറ്റുള്ള ആളെ കിട്ടി. അതിനെ കാണാൻ നമ്മൾ എന്താ ചെയ്തേ? ഈ 30യുടെ ഓപ്പോസിറ്റുള്ള ആളെ കൊണ്ട് √3 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ ചെയ്തത്. 2√3 എന്നല്ലേ വരിക, മറന്നു പോയിട്ടില്ലല്ലോ. അപ്പൊ അഗെയിൻ BC is equal to ഈ 30യുടെ ഓപ്പോസിറ്റുള്ള 2നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2√3 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പൊ ഒരു എക്സാമ്പിളും കൂടെ വേണേ നോക്കാം, നമുക്കൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് വരച്ചുകൊണ്ട് പറഞ്ഞു നോക്കാം. ഓക്കെ, സോറി, സംതിങ് ഒന്ന് ശ്രദ്ധിക്കാം. ഇതൊരു PQR ആണെന്ന് വിചാരിക്കുക. സോ ക്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു 7 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ വേഗം നമ്മൾ മൈൻഡിലേക്ക് ഓടി വരണം. ക്വസ്റ്റ്യനിൽ ഇത് 30 ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പൊ ഫൈൻഡ്, ശ്രദ്ധിക്കുക, PQ ആൻഡ് QR. അപ്പൊ നമുക്ക് ഏതാണ് വേഗം കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നത് ആരുടെ ഓപ്പോസിറ്റാ? 90യുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് 7 അല്ലേ? ക്ലിയർ? അപ്പൊ നമ്മൾ സൈഡിൽ എഴുതണേ 90യുടെ ഓപ്പോസിറ്റ്. ഇത് നേരത്തെ എഴുതിയ പോലെ 30, 60, 90 എന്ന് എഴുതാം. 90യുടെ ഓപ്പോസിറ്റ് 7 വരുമ്പോ 30യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആരാ വരുന്നേ? QR അല്ലേ വരുന്നേ? അപ്പൊ QR is equal to, എഴുതി ചെയ്ത് പഠിക്കണേ, ഈ 7നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിനെ 7/2 എന്ന് തന്നെ എഴുതിയാൽ മതി. 3.5 ഒന്നും മാറ്റി എഴുതാനൊന്നുമില്ല. ഇനി അങ്ങനെ ഇത് 7/2 കിട്ടിയാൽ ഇത് 60 അല്ലേ? ഉറപ്പായിട്ടും ആ 60യുടെ ഓപ്പോസിറ്റ് അതാണ് PQ എന്ന് പറയുന്നത്. എഴുതി വരച്ച് ചെയ്ത് നോക്കണേ, ഇല്ലേ മനസ്സിലാവൂലേ? ആ 30യുടെ ഓപ്പോസിറ്റിൽ ആരാണോ ഉള്ളത് അതിന് ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 7/2 into √3, ദാറ്റ് ഈസ് 7√3/2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഒന്നുകൂടെ നമ്മൾ റീകലക്ട് ചെയ്തേ. 30യുടെ ഓപ്പോസിറ്റ് വന്നാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 90യുടേതും,
√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 16ൻ്റെതും കാണുന്നു. 90യുടെ ഓപ്പോസിറ്റ് തന്നാൽ എന്താ ചെയ്യുന്നത്? അതിന്റെ ഹാഫ് എടുത്തിട്ട് 30യുടെ ഓപ്പോസിറ്റ് കാണുന്നു. 30യുടെ ഓപ്പോസിറ്റ് കിട്ടിയാൽ പിന്നെ 60യുടെ ഓപ്പോസിറ്റ് കാണാൻ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അടുത്തത് എന്തായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരിക? അപ്പൊ ഇവിടെ തന്നത് 60യുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു പ്രോബ്ലം. അടുത്തൊരു പ്രോബ്ലം പറയുന്നത് 60യുടെ ഓപ്പോസിറ്റ്. അപ്പൊ ഇത് 60, ഇത് 90 ആവുമ്പോൾ ഇത് 30 ആണല്ലോ. അപ്പൊ നമ്മൾ വീണ്ടും സൈഡിൽ എഴുതി നോക്കുക. 30, 60, 90. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് 6 വരികയാണെങ്കിൽ ഇപ്പൊ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള ആളെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാ 60 കിട്ടിയത്. 60യുടെ ഓപ്പോസിറ്റ് ഉള്ള ആളെ കിട്ടുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? അതിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത പോലെയാണേ. അപ്പൊ 30യുടെ ഓപ്പോസിറ്റില് AB എന്ന് പറയുന്ന സൈഡ് കിട്ടാൻ ഈ 6നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി 30യുടെ ഓപ്പോസിറ്റ് ഉള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 90യുടെ ഓപ്പോസിറ്റ് ഉള്ള ആളെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പൊ AC = ഈ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള ആളെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 12/√3 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇനിയും പ്രോബ്ലംസ് ഇതേമാതിരി ചെയ്യേ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ.